മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പോലീസിലെയും രണ്ട് ഉന്നതർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ആദ്യമായി CPM-നെ കൂടി കക്ഷി ചേർത്ത് PV അൻവർ രംഗത്ത് വന്നുവെങ്കിലും പിണറായി സഖാവ് പരസ്യമായി തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ പാർട്ടിക്കാരുടെ പരസ്യ പിന്തുണ നിലമ്പൂർ MLA-ക്ക് ഇനി കിട്ടില്ല. ഇതോടെ മറ്റ് രാഷ്ട്രീയ ആലോചനകളും അൻവർ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണ് നിലമ്പൂരിൽ നിന്നും വരുന്ന വാർത്തകൾ. മുന്നണി മാറ്റം ഉൾപ്പെടെ അൻവർ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണി വിട്ട് UDF-ലേക്ക് പോകുന്ന ഒരു കാഴ്ച അധികം താമസിയാതെ നമുക്ക് കാണാൻ സാധിക്കും. CPM-ലെ ഒരു വിഭാഗം തന്നോടൊപ്പമുണ്ടെന്ന് വരുത്തുവാനുള്ള ശ്രമവും അൻവർ ബോധപൂർവം നടത്താനാണ് ശ്രമിക്കുന്നത്. കോഴിക്കോടും മലപ്പുറത്തും CPM-ലെ ചില പ്രധാനികളുടെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു ആദ്യമൊക്കെ. എന്നാൽ പിണറായി കടുത്ത ഭാഷയിൽ ഇന്നലെ തള്ളിപ്പറഞ്ഞത് ഈ നേതാക്കളെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. അവരും ഇനി അൻവറിനെ പിന്തുണയ്ക്കില്ല. P. ശശിക്കും അജിത് കുമാറിനും പിന്നിൽ പിണറായി ഉറച്ചു നിന്നതോടെ, കട്ട സപ്പോർട്ടോടുകൂടി നിന്നതോടുകൂടെ CPM-ലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തേടാനുള്ള ശ്രമമായിരുന്നു അൻവർ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. എന്നാൽ അതും പിണറായി സഖാവ് ഗൗരവത്തിലെടുക്കാതെ അത് പൊളിച്ചടുക്കി. ശശിക്കെതിരെ കണ്ണൂരിലെ പാർട്ടിക്കാർ പോലും തന്നെ സമീപിച്ചെന്ന അൻവറിന്റെ തുറന്നു പറച്ചിൽ അത് CPM തള്ളിയിരിക്കുകയാണ്. അതും തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. കോഴിക്കോട് മലപ്പുറത്തുമുള്ള ചിലരുടെ പിന്തുണ അൻവറിനുണ്ട്. എന്നാൽ കണ്ണൂരിലെ ആരും അൻവറിനെ കണ്ടുവെന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നില്ല. ഇനി അൻവറിന്റെ ഓരോ നീക്കവും പിണറായി സഖാവ് നിരീക്ഷിക്കും. അൻവറുമായി ബന്ധപ്പെടുന്ന പാർട്ടിക്കാരെയും കണ്ടെത്തും. പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് താൻ ഇടപെടുന്നതെന്ന് വരുത്താനാണ് അൻവറിന്റെ ശ്രമം. വിവാദങ്ങൾക്കൊടുവിൽ വഴി പുറത്തേക്കെങ്കിലും അത് രക്തസാക്ഷി പരിവേഷത്തോടെ ആകണമെന്ന നിർബന്ധ ബുദ്ധി അൻവറിനുണ്ട്. അൻവറിനെ പഴയ കോൺഗ്രസ്സുകാരനാക്കിയതും വന്ന വഴിയെക്കുറിച്ച് പിണറായി പറഞ്ഞതെല്ലാം മനഃപൂർവ്വവും വ്യക്തമായ ലക്ഷ്യത്തോടെയുമാണ്. അത് ഇന്നലെ പത്രസമ്മേളനം കണ്ടവർക്കെല്ലാം മനസ്സിലാവും. അച്ചടക്ക ലംഘനം ഇടതുപക്ഷത്ത് നടക്കില്ലെന്ന് പറയാതെ പറഞ്ഞു വെച്ചു അദ്ദേഹം. അൻവറിന് രേഖകൾ എത്തിച്ചു നൽകിയവർക്ക് കൂടിയുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു. കുറച്ച് രേഖകൾ വെച്ച് പുകമറ സൃഷ്ടിക്കലാണ് അൻവറിന്റെ രീതി. ഇതിന് തെളിവായി കുണ്ടുമൺകടവിലെ സ്വാമിയുടെ ആശ്രമം കത്തിക്കൽ കാണുന്നു. ഈ കേസിൽ പ്രതികളെ പിടിക്കാൻ മുന്നിൽ നിന്നത് ADGP അജിത് കുമാറാണ്. അതിനു മുമ്പ് ആ കേസിൽ ഒരു ബന്ധവുമില്ല. എന്നാൽ പൊതുസമൂഹത്തിലെ പോലീസിനെതിരെയുള്ള ഒരു ആരോപണത്തെ അജിത് കുമാറിനെതിരെ പുകമറയിലൂടെ തിരിച്ചുവിടാൻ ശ്രമിച്ചുവെന്നാണ് പിണറായി സഖാവ് പറഞ്ഞത്. കാര്യങ്ങൾ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മനസ്സിലായിട്ടും മുഖ്യമന്ത്രിയോട് പറയാത്തത് അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിക്കാനാണോ എന്ന് സംശയം ഉന്നയിച്ചത് പാർട്ടിയിലെ വിഭാഗീയതയിലേക്കാണ് അൻവർ വിരൽ ചൂണ്ടിയത്. മാധ്യമങ്ങളോട് പറയുന്നതിന് മുൻപ് പറയേണ്ടത് പാർട്ടിയോടായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പലവട്ടം പാർട്ടിക്ക് പരാതി നൽകിയെന്ന മറുവാദവുമായി അൻവർ അതിനെ ഖണ്ഡിച്ചു. പക്ഷേ പാർട്ടിക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയ ശേഷം മാത്രമേ പരാതി നൽകിയുള്ളൂ എന്ന് CPM സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ CPM സമ്മേളന കാലത്ത് തന്നെ അൻവറിനെതിരെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി എടുക്കും, ഒരു സംശയവുമില്ല. അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞു. P. ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ട്. കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്ന് പോലും കണ്ണീരോടെ ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൈവശമുണ്ടെന്നാണ് അൻവറിന്റെ അവകാശവാദം. ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റിൽ RSS നേതാവുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും അൻവർ പലതലത്തിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ PV അൻവറിന്റെ ആരോപണങ്ങളിൽ വിശ്വസ്തരെ തള്ളിപ്പറയാതെ പ്രത്യാക്രമണം നടത്തുമ്പോഴും എല്ലാവരും ചതിപ്രയോഗങ്ങൾ മുന്നിൽ കണ്ട് കരുതിയിരിക്കണമെന്ന നിർദ്ദേശമാണ് പിണറായി സഖാവ് നൽകുന്നത്. സർക്കാരിനെയും CPM-നെയും വെട്ടിലാക്കിയ വെളിപ്പെടുത്തൽ നടത്തിയ PV അൻവറിനെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പിണറായി മനഃപൂർവ്വമാണ് തള്ളിപ്പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുരുക്കിലാക്കാൻ എന്തും ചെയ്യാൻ അൻവർ തുനിയുമെന്ന് മുഖ്യമന്ത്രി ചിന്തിക്കുന്നു. അത് പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. മുതിർന്ന പാർട്ടി സഖാക്കൾക്ക് ഈ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മറ്റൊരാളുമായി ഫോണിൽ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് ആരെങ്കിലും പുറത്തുവിടുമോ എന്ന പിണറായിയുടെ മാസ് ഡയലോഗ് അതിനിർണായകമാണ്. അൻവറുമായി ഫോണിൽ സംസാരിക്കുന്നവർ കരുതലെടുക്കണമെന്ന ഉപദേശം കൂടിയാണ് പിണറായി പറഞ്ഞു വയ്ക്കുന്നത്. ഇതിനൊപ്പമാണ് എല്ലാ അർത്ഥത്തിലും അൻവറിനെ പിണറായി നിശ്ചിതമായി തള്ളിപ്പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമുള്ള MLA എന്ന നിലയിൽ അൻവർ ചെയ്യേണ്ടിയിരുന്നത് പ്രശ്നം പാർട്ടിയുടെയും എന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും
അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ലെന്ന ഡയലോഗ് അൻവറിനോടുള്ള നീരസം പ്രകടമാക്കുകയായിരുന്നു. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ അൻവർ നൽകേണ്ടി വരും. അല്ലാത്ത പക്ഷം അൻവറിനെതിരെ നടപടികൾ ഉണ്ടാവുമെന്ന് പിണറായി മുന്നറിയിപ്പ് നൽകി. അതിന്റെ അർത്ഥം എന്താ? അൻവറിനെ വേണ്ടി വന്നാൽ പിടിച്ചു ജയിലടയ്ക്കാനും തയ്യാറാണ് എന്നുള്ളതാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്.